യൂട്യൂബ് ഫാമിലിയിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഹൃദയത്തെ വരെ ദോഷമായി ബാധിക്കാൻ കാരണമാകുന്ന സ്ട്രെസ്സിനെ പിടിച്ചു കെട്ടാൻ ഓരോരുത്തരും ആശ്രയിക്കുന്ന മാർഗങ്ങൾ പലതാണ്. ചിലർ ഭക്ഷണത്തെയോ കാപ്പിയോ ചായയോ ആയിരിക്കും സമ്മർദ്ദം അകറ്റാൻ ആശ്രയിക്കുക. മറ്റു ചിലർ പുകവലിയിലേക്കും മദ്യപാനത്തിലേക്കും ശീലിക്കും. പുതിയ കാലത്തെ മത്സരാധിഷ്ഠിത ജീവിത രീതികൾ മാറ്റി നിർത്താനാവാത്ത ഒന്നാണ്. സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം തീർത്തും നിസ്സാരമായി കണക്കാക്കാൻ കഴിയാത്ത അവസ്ഥ കൂടിയാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഹൃദയത്തെ ദോഷകരമായി ബാധിക്കാൻ കാരണമാകുന്ന സ്ട്രെസ് പിടിച്ചു കിട്ടാൻ ഓരോരുത്തരും ആശ്രയിക്കുന്ന മാർഗങ്ങൾ പലതാണ്. ചിലർ ഭക്ഷണത്തെയോ കാപ്പിയോ ചായയോ ആയിരിക്കും സമ്മർദ്ദം അകറ്റാൻ ആശ്രയിക്കുക. മറ്റു ചിലർ പുകവലിയിലേക്കും മദ്യപാനത്തിലേക്കും നീങ്ങും. എന്നാൽ ഈ രീതികളൊന്നും ഒട്ടും ആരോഗ്യകരമല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ചില ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളിലൂടെ വലിയൊരു പരിധി വരെ സ്ട്രെസ് അകറ്റി നികത്താനാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്തരത്തിൽ വരുത്താവുന്ന ചില ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിലൊന്നാണ്, രാവിലെ ഉണർന്ന ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് ദിവസത്തിലുടനീളം നിങ്ങളുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ ഉറക്കം ഉണർന്നാൽ പോസിറ്റീവായി ആ ദിവസത്തെ വരവേൽക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. അടുത്തതായി, കണ്ണു തുറന്ന ഉടൻ തന്നെ മൊബൈൽ ഫോണിലേക്ക് നോക്കിയിരിക്കുക, കാപ്പിയോ ചായയോ കഴിക്കുക എന്നിവയൊന്നും ഒരിക്കലും ഗുണകരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം അല്പം വെള്ളം കുടിക്കുക. തുടർന്ന് വീട്ടിലെ ജോലികളിലേക്കോ വ്യായാമത്തിലേക്കോ കിടക്കുക. നല്ല പ്രഭാത ഭക്ഷണം നിങ്ങൾ ഉറപ്പാക്കുക. അടുത്തതായിട്ട്, തിരക്കിട്ട ജോലിയാണെങ്കിലും ഇടയ്ക്ക് ഇടവേളകൾ എടുക്കുക. കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ബ്രേക്ക് എടുക്കുമ്പോൾ മൊബൈൽ ഫോൺ നോക്കാതിരിക്കുക. ഇടയ്ക്ക് അല്പം നടക്കുകയോ ആരോടെങ്കിലും അല്പം സംസാരിക്കുകയോ ചെയ്യാം. ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് അല്പം നേരം പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് വരെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സുഖകരമായ ഉറക്കം ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇത് ലഭിച്ചില്ലെങ്കിൽ സമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഉറക്കം എപ്പോഴും ഉറപ്പുവരിക. ശരീരഭാരം അനാരോഗ്യപരമായി വർദ്ധിക്കാതിരിക്കാനും സുഖകരമായ ഉറക്കം അനിവാര്യമാണ്. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുക. സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ ചിലർ എന്തെങ്കിലും ഭക്ഷണം വാരി വലിച്ച് കഴിക്കാറുണ്ട്. ഇത് തീർത്തും മോശമായ ഒരു ശീലമാണ്. അനാരോഗ്യകരമായ ഭക്ഷണമായിരിക്കും ഇത്തരത്തിൽ കഴിക്കാൻ ഏറെ പേരും തിരഞ്ഞെടുക്കുന്നത്. ഇത് ശരീരത്തെ ദോഷകരമായി ബാധിക്കും. സ്വാഭാവികമായും മനസ്സിനെ ഇത് പ്രശ്നത്തിലാക്കും. സമ്മർദ്ദം ഒഴിവാക്കാൻ കാപ്പിയെ ആശ്രയിക്കുന്നത് നല്ലതല്ല. അതുപോലെ ചായയെ ആശ്രയിക്കുന്നത് നല്ലതല്ല. കഫീൻ സ്ട്രെസ് വർദ്ധിപ്പിക്കാൻ ആണ് ഉപകരിക്കുകയുള്ളൂ. ആദ്യം സൂചിപ്പിച്ചുള്ള സ്ട്രെസ് നേരിടാൻ പുകവലിയോ മദ്യപാനത്തിലോ അഭയം കണ്ടെത്താതിരിക്കുക. ഇവയെല്ലാം ശീലങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ സമ്മർദ്ദം കൂട്ടാൻ മാത്രമേ ഇവയെല്ലാം ഉപകരിക്കൂ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിന് വേണ്ടി പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ഗുഡ്, സ്റ്റേ ഹാപ്പി.